Good afternoon, everyone. Good afternoon, Miss. Yeah, good afternoon. Okay. So, okay, now lunch കഴിച്ചോ? പറയൂ. lunch കഴിച്ചില്ല എല്ലാവരും? ഇല്ല മാം. കഴിച്ചു. lunch കഴിച്ചു. ആക്റ്റീവ് ആണ്, ക്ലാസ് കേൾക്കാൻ റെഡിയാണ്, പഠിക്കാൻ റെഡിയാണ്, ആണോ? ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? ആക്റ്റീവ് അല്ലേ എല്ലാവരും? യെസ് മാം. യെസ്. ഓക്കെ. സോ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടായിരുന്നോ? എന്തെങ്കിലും? ഇല്ല മിസ്, ഒന്നും തന്നില്ലായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസന്റ് ടെൻസ് ആയിരുന്നു നമ്മൾ എടുത്തോണ്ടിരുന്നത്. അതില് സിമ്പിൾ പ്രസന്റ് ഇസ് കംപ്ലീറ്റ് ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, നോട്ട്സ് എല്ലാം എഴുതിയോ? പ്രസന്റ് കണ്ടിന്യൂസ് നോട്ട്സ് എല്ലാം എഴുതിയോ? അതൊരു ഫോം മാത്രമേ എഴുതിയിട്ടുള്ളൂ മിസ്. സ്ട്രക്ചർ മാത്രം അല്ലേ? സബ്ജക്ട് പ്ലസ് ആൻഡ് എന്താണ് സബ്ജക്ട് പ്ലസ് ഇൻഡയറക്ട് പ്ലസ് verb പ്ലസ് ing. സ്ട്രക്ചർ റെഡിയാണ്. ഓക്കെ. സോ കണ്ടിന്യൂ ചെയ്യാട്ടോ, നോട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പഠിച്ചു സിംഗുലർ സബ്ജക്ട് ഉണ്ട്, അതുപോലെ തന്നെ പ്ലൂറൽ സബ്ജക്റ്റ് ഉണ്ട് അല്ലെ? അതില് ഇപ്പോ നമ്മൾ പറഞ്ഞ ഈ ഈസ് ആൻഡ് ആർ ഓക്സിലറീസ് അല്ലെ? ഓക്സിലറീസ് ആണ്. പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ആണ് ഈസ്, ആർ അല്ലെങ്കിൽ ആം യൂസ് ആർ എന്ന് പറയും അല്ലെ? ആം ഈസ് ആർ. ആം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ആം യൂസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. യെസ് മാം. അത് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ സബ്ജക്ട് ഏതൊക്കെ സബ്ജക്റ്റിന്റെ കൂടെ ഏതൊക്കെ ഓക്സിലറീസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ? അപ്പൊ വേർബിന്റെ കൂടെ ing വേണം. ഓക്കെ, ക്ലിയർ? ഇനി ഇപ്പോ കറന്റ്ലി ഇപ്പൊ നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? We are attending the English class. We are learning English class and we are studying English class and we are listening English class എന്ന് പറഞ്ഞു. അത് കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം അല്ലേ? അപ്പൊ അത് എന്താണ്? ഏത് ടെൻസ് ആണ്? Present continuous. കണ്ടിന്യൂസ് ആണ്. അപ്പൊ നിലവില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഈ ടെൻസ് യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണോ ഇപ്പോ ചെയ്യുന്നത്, എന്താണോ ഇത് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അത് എന്ത് വേണമെങ്കിലും ആകാം. കുക്കിംഗ് ജീന എന്ന് പറഞ്ഞിട്ട് അവിടെ ജീന കുക്ക് ചെയ്യുകയാണ് എന്ന് വരും. മലയാളം എന്താണ്? ചെയ്യുകയാണ് എന്നാണ് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ. കുറച്ച് എക്സാമ്പിൾസ് മേക്ക് ചെയ്ത് നോക്കി എല്ലാവരും. Present. They are playing football. I'm playing football, yeah. Then I am listening to the class. I'm listening to the class. Okay. Then He is reading stories. is reading story, yeah. She is dancing on the stage. Kediya. She is dancing on the stage. She is dancing on the stage. She is. Auxiliary വേണം കേട്ടോ. ടെൻസ് യൂസ് ചെയ്യുമ്പോൾ auxiliary എന്തായാലും വേണം. Okay. Then They are going to school. they are going to school, yeah, correct. Another example. I am preparing lunch. I'm preparing lunch. Yeah, am I correct? I'm preparing lunch. Okay.
Then We were playing to ground. no, it's not present continuous tense. Okay, we are എന്ന് പറയണം. We were അല്ല, we are. Yeah. We are now. എന്തോ we are എന്ന് പറഞ്ഞത്. പറയൂ. Okay. We are playing to ground. തെറ്റാണ് മാം. എന്താണ് പറഞ്ഞത് ശോഭ? വി വേർ എന്നാണോ? അല്ലെങ്കിൽ ഞാൻ കേട്ടതിന് മിസ്റ്റേക്ക് ആണോ? ഫസ്റ്റ് ഞാൻ we were എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ വേർ എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. അത് പാസ്റ്റിലേക്ക് പോകും. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രസന്റ് ആണ്. പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് മാത്രമേ നമ്മൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മള് പ്രസന്റ് ഓക്സിലറീസ് എന്ന് പറയുന്നത് ഈസ് ആം ആർ ആണ്. അപ്പൊ ആ ഓക്സിലറീസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്സിലറീസ് മാറിക്കഴിഞ്ഞാല് നമ്മുടെ ടെൻസ് മാറും, നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് അടക്കം മാറിപ്പോകും. ഓക്കെ, അപ്പൊ ഓക്സിലറീസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. He is watching TV. Yeah, I was watching TV. Yeah. Then okay, is it clear? Clear ആണോ? Yes, ma'am. ക്ലിയർ ആണ് മാം. എല്ലാവരും കണ്ടിന്യൂസ് ക്ലിയർ ആണല്ലോ. മാം അപ്പൊ സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിൽ എന്താ വ്യത്യാസം? സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് നമ്മൾ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. അതായത് ഇപ്പോ ഞാൻ എന്നും രാവിലെ എണീക്കുന്നു, ഞാൻ എന്നും രാവിലെ സ്കൂളിൽ പോകുന്നു, ഞാൻ എന്നും രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് ഒരു റൊട്ടീൻ ആണ് അല്ലെ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാറ്, അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാ പറയാറ്. പക്ഷേ നമ്മളിപ്പോ ഇത് ചെയ്യുന്നതാണെങ്കിലോ, ഇപ്പൊ ഞാനിപ്പോ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ എന്താണ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് എന്ന് പറയല്ലേ ചെയ്യാ. ഞാൻ ബുക്ക് വായിക്കുകയാണ്, സ്കൂളിൽ പോവാണ്. കാരണം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഞാൻ സ്കൂളിൽ പോകാണ് എന്ന് പറയുന്നത്. രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ മാം ഈ ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുകയാണ്, അപ്പൊ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമ്മളത് പറയുന്നത്? ഇല്ല, അത് കളിച്ചുകൊണ്ടിരിക്കുന്നതും കളിക്കുകയാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് വെച്ചാല് ഇപ്പൊ എന്താണ്, ഞാനിപ്പോ എന്ത് ചെയ്യാം, ഞാൻ പഠിപ്പിക്കുകയാണ് അല്ലെ, ഞാൻ ടീച്ചിങ് ചെയ്യാണ്, I'm teaching അല്ലെ, I'm teaching my students, I'm teaching English, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഏതാണെന്ന് പഠിപ്പിക്കുകയാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാണ് ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോ വ്യത്യാസമുണ്ടോ? പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നതും ഞാൻ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഇനിയിപ്പോ ഞാൻ എല്ലാ ദിവസവും ഞാൻ പഠിപ്പിക്കുന്നു, ഞാൻ എല്ലാ ദിവസവും എന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു, ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുന്നതും ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുകയാണ് എന്ന് പറയുന്നതും ആ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന വ്യത്യാസമില്ലേ? അപ്പൊ മലയാളത്തിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും വരുന്നത്. ഇംഗ്ലീഷിലും അത് മൂന്ന് ടെൻസിലേക്കാണ് ഉള്ളത്. മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. മലയാളം നമുക്ക് വർത്തമാനകാലം നമ്മൾ ടെൻസ് പഠിക്കുമ്പോൾ മലയാളത്തിലും ഉണ്ട് ഈ പറഞ്ഞ ടെൻസ്. പക്ഷെ നമ്മള് ചെറുപ്പം മുതലേ പറഞ്ഞ് പഠിച്ചത് കൊണ്ട് പിന്നെ ടെൻസ് പഠിക്കേണ്ട ആവശ്യം വന്നില്ല. അതാണ്. ഓക്കെ, നമ്മളും ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ചെയ്യുന്നു, അത് നമ്മൾ പറയുന്ന ശീലങ്ങളാണ് എന്ന് പറയും. ചെയ്യുന്നു, എല്ലാ ദിവസം എണീക്കുന്നു, അതൊക്കെ ശീലങ്ങളാണെന്ന് പറയും. ഞാനിപ്പോ പഠിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന സംഭവമാണെന്ന് പറയും അല്ലെ. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ രാവിലെ മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് എപ്പം മുതലാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറയും. മലയാളത്തിലും നമ്മൾ അങ്ങനെ ടെൻസ് പറയാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു വരുന്ന ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയും ഡിഫിക്കൽറ്റി ആയിട്ട് തോന്നുന്നത്.
ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും നമ്മൾ പറയേണ്ടത്. ഓക്കെ, ഞാൻ എന്റെ മോളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ടീച്ചിങ് മൈ ഡോട്ടർ എന്ന് പറയണം. ഞാൻ ടീച്ചിങ് മൈ ഡോട്ടർ ഹിസ് ചാപ്റ്റേഴ്സ്, ഹിസ് ലെസൺസ്, ഹിസ് ഹർ ബുക്സ് എന്ന് പറയാം. അത് അപ്പോ എന്താണ്, അപ്പോ ഇപ്പൊ ഒരാൾ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഒരാൾ ചോദിക്കും നീ എന്തെടുക്കാണെന്ന് ചോദിക്കുമ്പോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണോ പറയാ, അതിന് അപ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കും പറയാ. അപ്പൊ ചെയ്യുന്ന കാര്യം പറയും. അപ്പൊ ചെയ്ത കാര്യം പറയുമ്പോ നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്ത് പറയും. അപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ. ഓക്കെ, ടൈമിങ് മാറിക്കൊണ്ടിരിക്കുമ്പോ മാറുമല്ലേ? എന്തോ ടൈമിങ് മാറിക്കൊണ്ടിരിക്കുമ്പോ മാറുമല്ലേ? ക്ലിയർ അല്ല. ടൈമിങ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ടെൻസ് മാറി വരുമല്ലേ? അതെ, മാറി. അത് ഞാൻ ഫുള്ള് പ്രസന്റ് ടെൻസ് ഫുൾ എടുത്ത് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോ സിമ്പിൾ പ്രസന്റും പ്രസന്റ് കണ്ടിന്യൂസും ഒക്കെ ക്ലിയർ ആയോ? ക്ലിയർ? രണ്ടും ക്ലിയർ. ഇനി അടുത്ത അതെന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, present perfect tense as a heading. Okay. Yeah, structure the subject place, has or have place, has or have place, V3. Subject place, has or have place, V3. Okay, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഹാസ് ആണോ ഹാഡ് ആണോ? ഹാസ് ഹാവ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എഴുതാം. സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ നമ്മൾ ഹാവ് കൊണ്ട് യൂസ് ചെയ്യും. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ. ടീച്ചർ ഒരിക്കൽ കൂടി പറയും ടീച്ചർ. ഞാൻ ഈ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. സ്ട്രക്ചറും ഇപ്പോൾ ഞാൻ പറഞ്ഞതും എല്ലാം ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയിടുക. ടെക്സ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആയിരിക്കും. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലായതല്ലോ. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യുന്നു, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നു. മലയാളം മീനിങ്ങോ? ഇതിന്റെ മലയാളം മീനിങ് ആണ് ഹാസിന്റെ ആണോ ഹാസ് ഹാവിന്റെ ആണോ? ആണോ? മനസ്സിലായില്ല? ക്ഷമ. പ്രസന്റ് പെർഫെക്റ്റിന് മലയാളോ? ഞാനത് ടെൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, മനസ്സിലാട്ടോ? ഓക്കെ, അപ്പോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും V3 ആയിരിക്കും. ഓക്കെ, തേർഡ് ഫോം ഓഫ് ദി വേർബ് ആയിരിക്കും നമുക്ക് ഹാസിനും ഹാവിനും ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? ഇവിടെ മലയാളം മീനിങ് വരുന്നത് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം.
ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം എഴുതുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഒരു സെന്റൻസ് നമുക്ക് പറയാം. ഇപ്പൊ സിംഗുലർ സബ്ജക്റ്റിന് കൂടെ ഹാസ്, പ്ലൂറൽ സബ്ജക്റ്റ് ഹാവ് ആണ് ചെയ്യുക. ഒരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ, തെറ്റരുത്. ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റ്? ഹി, ഷീ, ഇറ്റ്സ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റോ ഐ, യു, വി. ഓക്കെ, ഇപ്പോ മ്യൂട്ട് ചെയ്യൂ. അശ്വതി സന്തോഷ്, meet yourself. എനിക്ക് എന്റെ സൗണ്ട് കേൾക്കാം. ഓക്കെ. Then I have lunch. No, yeah, have a meaning വ്യത്യാസം കേട്ടോ. Sorry, I'm not feeling well. Okay, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. Yeah. ഇവിടെ ഒരു സെന്റൻസ് പറയാറുണ്ട്. He has completed his homework എന്ന് പറയാണ്. He has completed his homework എന്ന് പറയുന്ന ഒരു സെന്റൻസ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ സബ്ജക്റ്റ് കൂടെ ഹാസ് ആണ്. ഹീയുടെ കൂടെ ഹാസ് യൂസ് ചെയ്തു. അതിനുശേഷം വന്നിരുന്ന കംപ്ലീറ്റിന്റെ നമ്മൾ V3 ഫോം ആണ് എടുത്തത്. അതെ, കംപ്ലീറ്റിന്റെ കംപ്ലീറ്റഡ് V3 ഫോം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് ആണ്. എനിക്ക് കംപ്ലീറ്റ് ചെയ്തു ഒബ്ജക്റ്റ് വേണം. അപ്പോ ഹിസ് ഹോംവർക്ക്, അവന്റെ ഹോംവർക്ക് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മലയാളം മീനിങ്. ഓക്കെ, അവന്റെ ഹോംവർക്ക് അവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നത്. അതായത് പ്രസന്റില് ഒരു പ്രവൃത്തി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മള് ആ കാര്യം പറയാനായിട്ട് യൂസ് ചെയ്യേണ്ട ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നിങ്ങളിപ്പോ ഞാൻ I'm preparing my lunch. ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാണ് എന്ന് പറയാണ്. അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു 5 മിനിറ്റ് ശേഷം ആ പ്രവൃത്തി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് പറയും? I have completed, I have prepared my lunch. ഞാൻ എന്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. പറയൂ അങ്ങനെ ആണോ? അങ്ങനെയല്ലേ പറയാ? ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ ചെയ്തു അല്ലെ, അങ്ങനെയല്ലേ പറയാ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അത് പ്രസന്റിൽ കഴിഞ്ഞ കാര്യമാണ്. പ്രസന്റ് ടെൻസിൽ, അതായത് നമ്മള് ഇപ്പോ പ്രസന്റില് ഒരു കംപ്ലീറ്റ് ചെയ്ത ഒരു പ്രവൃത്തിയെ പറയുമ്പോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഞാനിവിടെ പോയിട്ടുണ്ട്, നീ അവന്റെ വീട്ടിൽ പോയിരുന്നു അങ്ങനെയൊക്കെ എന്താ പറയാ? ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പൊ പോയ കാര്യമായിരിക്കും, പ്രസന്റിൽ കംപ്ലീറ്റ് ചെയ്ത കാര്യമായിരിക്കും. I have gone to his house എന്ന് പറയാം. അപ്പോ ഇവിടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ. മാറിപ്പോകരുത്. ഹീയുടെ കൂടെ ഹാസ് യൂസ് ചെയ്യാൻ പാടില്ല. ഹീയുടെ കൂടെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യാം. അതുപോലെ യൂസ് ചെയ്യുന്ന വെർബ് തേർഡ് ഫോം ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഹാവിന്റെ കൂടെ എന്താണ് ടീച്ചർ? എന്തോ ഹാവ്, ഹാസ് പറഞ്ഞില്ലേ? ഹാവിന്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇതിന്റെ കൂടെ നമ്മള് പ്ലൂറൽ സബ്ജക്റ്റ് യൂസ് ചെയ്യണം. I, you, we, they. I have completed my homework. അങ്ങനെ പറയാം. I have completed my homework. I, you, we, യുടെ കൂടെയാണ് നമ്മൾ have യൂസ് ചെയ്യുക. He, she, ന്റെ കൂടെയാണ് നമ്മൾ has യൂസ് ചെയ്യുക. Teacher has finished simple present tense. Yeah. Simple present tense. Teacher finished ചെയ്തിട്ടുണ്ട്. Yeah, teacher has finished simple present tense. Okay. Yeah. അപ്പോ അതുപോലെ എക്സാമ്പിൾസ് എല്ലാവരും ക്രിയേറ്റ് ചെയ്യൂ. പ്രസന്റില് കംപ്ലീറ്റ് ചെയ്ത പ്രവൃത്തിയെ നമ്മള് ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയാം. അപ്പോ ഒരു കാര്യം ചെയ്യുന്നു, റൊട്ടീൻ പറഞ്ഞു, അത് സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ ചെയ്തുകൊണ്ടിപ്പോ ഒരു കാര്യം ചെയ്യാണെന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആ ചെയ്ത കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ,
ഈ 3 ടെൻസും ക്ലിയർ ആയില്ലേ? ആ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I write my homework. I write my homework every day. Okay, I write my homework every day. ഞാൻ homework എല്ലാ ദിവസവും എഴുതുന്നു എന്ന് പറയാം. I write my homework every day. ഇനിയിപ്പോ homework ഞാൻ ചെയ്യുകയാണ്. I'm writing my homework. ഞാൻ എഴുതുകയാണ്, എന്റെ homework എഴുതുകയാണ്. ആ homework കഴിഞ്ഞു. I have completed my homework. ഞാൻ homework ചെയ്ത് കഴിഞ്ഞു അല്ലേ? homework ചെയ്തിട്ടുണ്ട്. I have completed my homework എന്ന് പറയാം. Okay, then എന്താണ്? She cooks the dinner every morning. She cooks dinner every morning. എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നു. She cooks the breakfast every morning. എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ പാചകം ചെയ്യുന്നു. നമ്മൾ ചെയ്യുകയാണെങ്കിലോ she's cooking breakfast. She's cooking breakfast every morning. Every morning വേണ്ട, she's cooking breakfast. അത് പാചകം ചെയ്യുകയാണ്, കുക്ക് ചെയ്യുകയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. She has finished. She has prepared breakfast. Prepared ചെയ്ത് കഴിഞ്ഞു, ചെയ്തിട്ടുണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഈ 3 ടെൻസ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തു അറിയാം. Miss, I writes my homework every day. അത് സിമ്പിൾ പ്രസന്റില് I am writing my homework. I write. പ്ലൂറലിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് വരാ. Right. I am writing my homework present continuous. I have written my homework എന്നല്ലേ വരിക? മതി. I have written my homework. എന്റെ homework എഴുതിയിട്ടുണ്ട് പറയാം. മൂന്ന് ടൈംസ്. ഓക്കെ, അപ്പൊ എല്ലാവരും എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് കേട്ടോ ടൈംസ്. എനിക്ക് ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോടൊന്നും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് എന്തുണ്ടെങ്കിൽ എത്ര ക്ലാസ് പോയാലും കുഴപ്പമില്ല. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ വേറെ പോർഷനിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും പറയാ, ചോദിക്കുക, എക്സാമ്പിൾസ് മേക്ക് ചെയ്യുക. ഓക്കെ, ഓക്കെ, എക്സാമ്പിൾസ് പറയൂ എല്ലാവരും. എന്നാ ഒന്നും ഉണ്ടാക്കേ? എല്ലാവരും പറയൂ. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? I read a book. I'm reading a book. I have എന്താ വായിക്കാതെ? അശ്വതി, പ്രസന്റ് പെർഫെക്റ്റ് ഒന്ന് വായിച്ചേ. ടെൻസ് ആ സെന്റൻസ് ഒന്ന് വായിച്ചേ അശ്വതി. Read. Yeah, read. I have read the book. Correct. നെക്സ്റ്റ് എല്ലാവരും ആൻസർ പറയുന്നു. ആൻസർ അല്ല, എക്സാമ്പിൾസ് പറയൂ. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മനസ്സിലാവുന്നില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയൂ. She has taken coffee എടുത്തിട്ടുണ്ട്. I teach my lesson. I'm teaching my lesson. I have taught my lesson. Yeah, correct. Then വിജിന കേൾക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞാൻ ഉണ്ടാവാറുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യലാവരും. ആരെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? ഇത് പറയൂ. Ma'am, they are admitted in the hospital. City. They have admitted in the hospital.
admitted in the hospital. Correct ആണ്. Then Akshara, Nancy, Asya, then Chindu, Marina, Pramila, Ramshina, Sahana, Sajida, Salmukasim, Shalini, Shahnaz, Sharma. ഇത്രയും പേർക്കെല്ലാം മനസ്സിലായോ? Yes, miss. Miss, ഇത് correct ആണ്. I have get breakfast. I have Breakfast. I have Get breakfast. get. Yes. I have get Correct ആണ്. breakfast. എന്താണ് മീനിങ് എന്താ ഉദ്ദേശിച്ചേ? Breakfast കഴിച്ചു. അത് തെറ്റാണ്. നമുക്ക് വേണമെങ്കിൽ കഴിക്കുക എന്ന് പറയും ഈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ വീട്ടിൽ ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഈറ്റ് അതിൽ നല്ലത് ഹാവിന് കഴിച്ചു എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം I have my breakfast എന്നും പറയാം. ഹാവിന് കഴിച്ചു എന്നൊരു മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഉണ്ട് എന്നൊരു മീനിങ് കൂടെ ഉണ്ട്. എനിക്കൊരു കാർഡ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? എനിക്കൊരു കാർ ഉണ്ട്. I have a car. I have a car. ഇനി അവനൊരു കാർ ഉണ്ടെന്നാണെങ്കിലോ? അവനൊരു കാർ ഉണ്ട്. They have He has a car. He has a car. Okay. അപ്പോ നമ്മള് ഇവിടെ ഈ ടെൻസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെർബിനെ കുറിച്ചിട്ടാണ്. വെർബ് യൂസ് ചെയ്യുന്നു. പ്രവൃത്തികളാണെങ്കിൽ നമ്മൾ ഹാവ് ഹാസിന് ശേഷം തേർഡ് ഫോം യൂസ് ചെയ്യണം. ഒരു കാര്യം ഉണ്ടെന്ന് പറയുമ്പോൾ നൗൺ ആണ്. കാർ എന്ന് പറയുന്നത് നൗൺ അല്ലേ? അപ്പൊ നൗൺ എന്ന് പറയുമ്പോൾ എന്താ? ഉണ്ട് എന്നൊരു മീനിങ് ആവല. എനിക്കൊരു കാർ ഉണ്ടെങ്കിൽ പട്ടിയില്ല. മനസ്സിലായോ? ഇതൊക്കെ പറയുമ്പോൾ ഉണ്ട് എന്നൊരു മീനിങ് ആണ്. അത് സെയിം തന്നെയാണ് പ്ലൂറൽ സബ്ജക്റ്റും കൂടെ ഹാവും സിംഗുലർ സബ്ജക്റ്റും കൂടെ ഹാസ് യൂസ് ചെയ്യുന്നത്. Sing a song. No, he sings. Sing a sings. He sings a song. He sings a song. ടീച്ചർ has ഐ written ഹാവ് the story. റിട്ടൺ ബുക്ക്. അത് ശരിയാണോ? കേട്ടില്ല. അല്ല, ഞാൻ കേട്ടില്ല. ഐ ഹാവ് റിട്ടേൺ ബുക്ക് എന്നില്ലേ ടീച്ചർ? തെറ്റാണോ അങ്ങനെ പറയണത്? ഇല്ല, correct ആണ്. I haven't read it. I have written a book. He has written the story. Yeah, he has written the story. Correct ആണ്. He sings a song. He is singing a song. He has sung a song. Correct ആണ് ട്ടോ. I play shuttle every evening. Spelling mistake ആണ് ട്ടോ. ക്ഷമ, spelling mistake അല്ലേ? I'm playing shuttle every evening. Every evening. I have playing അല്ല, തെറ്റാണ്. I have played shuttle every evening. അങ്ങനെ പറയണ്ട, എവ്രി പറയണ്ട. കാരണം കംപ്ലീറ്റ് ആയ ഒരു കാര്യം നമ്മൾ എവ്രി എന്ന് പറയില്ലല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് ഷട്ടിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറയുമല്ലോ മലയാളത്തിലെ ആളുകൾ പോലും. ഇല്ലല്ലോ, ഇല്ലേ? ശരിയാ. അങ്ങനെയാണ് നമ്മൾ മലയാളം കൊണ്ട് ചിന്തിക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ടീച്ചർ ഹാസ് ഇല്ലേ? ഹാസിനെ പറ്റി രണ്ട് വാക്ക് പറയും ടീച്ചർ. എന്താ ഉണ്ടാക്കുക? ഹാസ് നമ്മുടെ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഒക്കെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. അതിപ്പോ ഒരു പേരാണെങ്കിൽ കൂടി. ഓക്കെ, ഇനി ഒരാളുടെ പേര് ഇപ്പൊ സജിത. Sajida has gone to her friend's house എന്ന് പറയണം. Sajida has gone to his friend house എന്ന് പറയുമ്പോൾ എന്താ മീനിങ്? എന്താ പറയാ? സജിതയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നൊരു മീനിങ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഷീലോ യൂസ് ചെയ്യാം. She has gone to his house. Okay, clear? ഇതേപോലെ നിങ്ങളാണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അല്ലാതെ പഠിക്കില്ലാട്ടോ. ഞാൻ പറയുന്ന എക്സാമ്പിൾസ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് അറിയാനില്ല, പഠിക്കില്ല. ടീച്ചർ. അത് ഇനി വേർഡ് ഉണ്ടാക്കാം.
അപ്പോ അത് തെറ്റോന്ന് പേടിച്ചിട്ടാ ചോദിച്ചത്. കുഴപ്പമില്ല, തെറ്റിയാലും നോക്കാം, തെറ്റിലൂടെ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. ഓക്കെ. ഓക്കെ. Yeah, and we have finished our homework. Yeah, I pray every morning. I'm praying in the morning. Yeah. He has played football. Correct. I have prayed in the morning. I have prayed. Correct. She goes to school. I'm going to school. I have gone to school. Okay. She Sahana. She goes to school. She is going to school. She has gone to school and read. Okay, she has gone to a party. She has gone to a party. Okay, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ ടു ഞാൻ പറഞ്ഞിരുന്നല്ലേ, അപ്പുറം ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത പ്രൊപോസിഷൻ ടു ആണ്. Okay, she has gone to a party. മറന്നതാ, അഹോക്കി. Yeah, clear ആണോ? ഇനി എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. അശ്വതി ഒന്ന് എല്ലാ ടെൻസും പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്, ഈ 3 ടെൻസും ഒന്ന് എല്ലാവർക്കും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ? പ്രസന്റ് ടെൻസിലെ 3 തരത്തിലുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണുള്ളത്. സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ്. സിമ്പിൾ പ്രസന്റ് നമ്മൾ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറയാനാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് തന്നെ സിംഗുലറും പ്ലൂറലും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. ഇനി V1 എന്ന് പറയുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതുപോലെ വെർബിന് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഉണ്ട്. ഇനി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് നമ്മൾ യൂസ് ചെയ്യാം. എക്സാമ്പിള് ഹി റൈറ്റ്സ് എ നോവൽ. ഈ റൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. ഹി സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ റൈറ്റ്സ് എന്ന് യൂസ് ചെയ്യുന്നു. എസ് ചേർത്തിട്ട് നമ്മൾ സിംഗുലർ വെർബ് പറയുന്നു. ഇനി പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യാം. അപ്പൊ ദേ എന്നുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതിന്റെ കൂടെ പ്ലൂറൽ വെർബായ പ്ലേ ആഡ് ചെയ്തിട്ട് ദേ പ്ലേ ക്രിക്കറ്റ് എന്ന് പറയാം. ഇനി ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുന്നത് ഹാബിറ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, റുട്ടീൻ, ഫിക്സഡ് പ്രോഗ്രാം ഒക്കെ പറയാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. ഈ സിമ്പിൾ പ്രസന്റ് എന്നുള്ള ടെൻസ് യൂസ് ചെയ്യാം. അത്രയാണ് സിമ്പിൾ പ്രസന്റ്. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് യൂസ് ചെയ്യാം. അതിന്റെ ഫോം സബ്ജക്റ്റ് ആം, ഈസ്, ആർ പ്ലസ് ing. ഇതില് ആം യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെയാണ് ആം യൂസ് ചെയ്യുക. ഹി, ഷീ, ഇറ്റ് ഇതിന്റെ കൂടെയാണ് ഈസ് യൂസ് ചെയ്യുക. യു, ദേ, വി ഇതിന്റെ കൂടെയാണ് ആർ യൂസ് ചെയ്യുക. അപ്പൊ അതിന് എക്സാമ്പിള് ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ്. ഇത്രയാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രസന്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു കാര്യം പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. കുറെ മുമ്പേ കഴിഞ്ഞതല്ല, നമ്മൾ പ്രസന്റിൽ കംപ്ലീറ്റ് ചെയ്ത ഒരു കാര്യം പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാം. അതിന് സബ്ജക്ട്, അതിന്റെ ഫോം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 വെർബിന്റെ 3ാമത്തെ ഫോമാണ് അതിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇനി സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഹാസ് യൂസ് ചെയ്യാം. സിംഗുലർ സബ്ജക്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹി, ഷീ, ഇറ്റ് അതൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. ഐ, യു, ദേ, വി ഈ സബ്ജക്റ്റിന്റെ കൂടെയാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുക. അപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. ഐ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്തു. ചെയ്യാന്നുള്ളതിന് ഡു ആണ്. അതിന്റെ V3 ഫോം ആണ് ഡൺ. അപ്പൊ അതിന്റെ കൂടെ ഡൺ യൂസ് ചെയ്തു. ഐ ഹാവ് ഡൺ മൈ ഹോംവർക്ക്. അല്ലെങ്കിൽ ഹിയുടെ കൂടെ ഹി സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ കൂടെ ഹാസ്. ഹി ഹാസ് കംപ്ലീറ്റ് എന്നാണ്. കംപ്ലീറ്റിന്റെ V3 ഫോം ആണ് കംപ്ലീറ്റഡ്. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. ഓക്കെ, ക്ലിയർ ആയോ?
എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ കൊള്ളാറുണ്ട്? അങ്ങനെയാ വരാം. ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കോട്ടോ ഗോസ് ആണോ എന്നുള്ളത്. സബ്ജക്റ്റ് സിംഗിളർ ആണെങ്കിൽ മാത്രമേ ഗോസ് വരുള്ളൂ, അല്ലെങ്കിൽ ഗോയാണ് വരാൻ. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാ. ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എനിക്കും ഇതുപോലെ ഇത് പറയണം എന്ന് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും? ഉണ്ടോ? ടു ബി ഓണസ്റ്റ്, സത്യസന്ധമായിട്ട് പറയും, അങ്ങനെ ആർക്കെങ്കിലും ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ? ഇതുപോലെ നല്ല എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ എന്താ പറയൂ, ഇന്നെ ചോദിക്കില്ലല്ലോ. എന്താ ഒന്നും വേണ്ടുന്നില്ല. ബിജുനാ യെസ് മാം. പ്രസന്റ് ചെയ്യാനുള്ള മടിയാ. അവിടെയാ പ്രശ്നം. എന്തോ പ്രസന്റ് ചെയ്യാനുള്ള ഒരു മടിയാണ്, അവിടെയാണ് പ്രശ്നം. മടിയാ? പോലീസ് ക്ലാസ്സിൽ ഒരുപാട് കാര്യമുണ്ടോ? സംസാരിക്കണ്ടേ? സംസാരിക്കണം, പറയണമെന്നുണ്ട്, പക്ഷെ ഒരു പേടി. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? ആരെയും പേടിക്കുന്നേ? തെറ്റിപ്പോവോ, മിസ്റ്റേക്ക് ആവോ എന്നൊക്കെ ഒരു സംശയം. മിസ്റ്റേക്സ് വരുത്തണം. മിസ്റ്റേക്ക് വന്നാൽ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി ചെയ്യുകയാണെങ്കിൽ പിന്നെന്താ? ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു മനസ്സേ, നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെൻസിനെ കുറിച്ചാണ്. ടെൻസ് എന്ന് പറഞ്ഞാൽ 12 വിധം ഉണ്ട് ടെൻസ്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതില് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് V1 ആണ്. പിന്നെ സിംഗുലർ സബ്ജക്റ്റ് അതിന്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഈറ്റ്, എവരിഡേ ആണ്. പിന്നെ പ്ലൂരൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഐ, യു, വി, ദേ ആണ്. വെർബ് ഉപയോഗിക്കുമ്പോൾ റൈറ്റ്, റോട്ട്, റിട്ടൺ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പറയൂ. നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് ചിന്തിക്കണ്ട. നമുക്ക് മനസ്സിലായത് എന്താണോ അത് പറയാം. സിമ്പിൾ പ്രസന്റിൽ പറയുന്നത് പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. ദേ പ്ലേ ക്രിക്കറ്റ്, അതാണ് സിമ്പിൾ പ്രസന്റിന്റെ ഒരു എക്സാമ്പിള്. പിന്നെ സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് am, is, are പ്ലസ് V പ്ലസ് ING. അതില് I വരുമ്പം ഓക്സിലറി am ചേർക്കും. ഹി, ഷീ, ഇറ്റ് വരുവാണെങ്കിൽ ഈസ് എന്ന വെർബ് ചേർക്കും. യു, വി, ദേ ആണെങ്കിൽ ആർ എന്ന വെർബ് ചേർക്കും. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ ഐ ആം പ്രിപ്പയറിംഗ് ലഞ്ച്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് പെർഫെക്റ്റ് ആണ്, അതായത് പ്രസന്റിൽ കംപ്ലീറ്റ് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതിന്റെ ഫോം എങ്ങനെയാ വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ്, ഹാവ് പ്ലസ് V3 ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് എന്നും പിന്നെ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ആണ് ചേർക്കുന്നത്. ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. അത്രയൊക്കെ പറയാൻ അറിയുള്ളൂ. നന്നായിട്ട് പറഞ്ഞല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പറഞ്ഞതിന് ശരിക്കാം. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് തോന്നി പറഞ്ഞപ്പോ? പറഞ്ഞപ്പോ പ്രശ്നമല്ലേ, പക്ഷെ പറയാ ആ ഒരു തുടക്കത്തിൽ ഇങ്ങനെ കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടാ. ഇത് നമ്മൾ തുടങ്ങിയാലേ അറിയുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാലോ അല്ലേ? ഇനി പറയാം. ഓക്കെ, ഇനി ആരാ ആദ്യത്തെ പോലെ പറയാ? ഷാലിനി ട്രൈ ചെയ്താലോ? നമ്മളുടെ ടെൻസ് ആണ് പഠിക്കുന്നത്. ടെൻസ് 3 ടൈപ്പ്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അതിൽ പ്രസന്റ് ടെൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ്. അതിന്റെ സ്ട്രക്ചർ ഫോം സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. അതില് സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റും ഉണ്ട്, പ്ലൂറൽ സബ്ജക്റ്റും ഉണ്ട്. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി. പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, വി, ദേ. വെർബിന്റെ
വെർബിന്റെ 3 ഫോം ഉണ്ട്, V1, V2, V3. ഇതിൽ V1 ആണ് ഉപയോഗിക്കുന്നത്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഹി റൈറ്റ്സ് എ നോവൽ. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ദേ പ്ലേ ക്രിക്കറ്റ്. പിന്നെ സിമ്പിൾ പ്രസന്റ്, ഹാബിറ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, റൂട്ടീൻ, ഫിക്സഡ് പ്രോഗ്രാംസ്, ഇതിന് ഒക്കെ ആയിട്ടാണ് സിമ്പിൾ പ്രസന്റ് നമ്മൾ ഇതിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പഠിച്ചത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ ഫോം സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അതിലും ഐയുടെ കൂടെ ആം യൂസ് ചെയ്യുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ സിംഗുലർ സബ്ജക്റ്റായ ഹി, ഷീറ്റിന്റെ കൂടെ ഈസ്. UV ദേ പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ആർ യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. അടുത്ത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ ഫോം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം. അതിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് യൂസ് ചെയ്യുന്നു, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ, ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. She had Gone to school. correct ആണ്. Eh? Yeah. Correct ആണ്, correct ആണ്. അടുത്ത, I have played a cricket. Okay, miss. എങ്ങനെയുണ്ട് ശാലിനി? കുഴപ്പമില്ല. കുഴപ്പമില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരും വരില്ല. എന്താണ് അങ്ങനെ വരാത്തെ? ടെൻഷനാണോ? ഇതിനാണ് ടെൻഷൻ. ഇത്രയും കംഫർട്ടബിൾ ആയ ക്ലാസ്സിൽ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ ആയിട്ടെന്ന് തോന്നും. ശരിയല്ലേ? Okay, miss. ഓക്കെ. നെക്സ്റ്റ് ഞാനാ പറയാം. മാം, ക്ഷമ പറയൂ. ടെൻസിൽ സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വേർബ്. ചെയ്യുന്നു എന്നുള്ള മീനിങ് വരുന്നു. സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ്, എവരിബഡി ഉപയോഗിക്കുന്നു. പ്ലൂറൽ സബ്ജക്റ്റ് അയ്യോ, ദേവി. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നു. സിംഗുലറിൽ IES ചേർക്കുന്നു. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ പ്ലൂറൽ വേർബ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ഹാബിറ്റ്, ഡെയിലി റുട്ടീൻ, യൂണിവേഴ്സൽ ട്രൂത്ത്, ഫിക്സഡ് പ്രോഗ്രാം, ഇതിനൊക്കെയാണ് സിമ്പിൾ പ്രസന്റിൽ പറയുന്നത്. സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് VING. പ്രസന്റ് ടെൻസിൽ ഓക്സിലറി ആം, ഈസ്, ആർ യൂസ് ചെയ്യുന്നു. അതില് പ്രസന്റ് കണ്ടിന്യൂസിൽ ഐയുടെ കൂടെ ആം, ഈസ് ഉപയോഗിക്കുന്ന ഹി, ഷീ, ഇറ്റ്. UV ആർ ഉപയോഗിക്കുന്നു. പ്രസന്റ് കണ്ടിന്യൂസ് ചെയ്യുകയാണ്, ഇപ്പൊ ചെയ്ത കാര്യത്തിനാണ് പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 യുടെ 3 ഭാഗം. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കുന്നു, പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ഹാവ് ഉപയോഗിക്കുന്നു. യെസ്, കംപ്ലീറ്റ്. ഒരു എക്സാമ്പിൾ പറയാമോ? പ്രസന്റ് പെർഫെക്റ്റ്. Present perfect continuous is she has gone to school, or I have written my homework, etc. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ടെൻസ്? ക്ലിയർ അല്ലേ? ഇനി ഒരുപാട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും. ഓക്കെ. ഇപ്പൊ ഹാസും ഹാവ് ഒക്കെ എവിടെയാണ് വരുന്നത് മനസ്സിലായല്ലോ. ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നോ? ഹാസ് ഹാവ് ഒക്കെ എവിടെയാ വരാ, എങ്ങനെയായിട്ട് യൂസേജ്, എന്താണ് മീനിങ്, എങ്ങനെയാ വരാ, അങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നോ?
ഇതൊരു സൈലന്റ് ആണ് നമ്മുടെ ക്ലാസ്സിൽ. അല്ല പ്രശ്നം. എന്തോ വേർബിന്റെ 3-ാം സ്റ്റേജ് ആണ് പ്രശ്നം. ഹാസ് ഹാവ് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. തേർഡ് ഫോം അറിയില്ല, വൊക്കാബുലറി അറിയില്ല. നമുക്കൊരു ദിവസം വൊക്കാബുലറി നമുക്ക് എഴുതാം. ഞാൻ നോട്ട്സ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് വൊക്കാബുലറി. ഓക്കെ, പിന്നെന്താണ് എന്തെങ്കിലും വിശേഷങ്ങൾ? നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, സീരിയസ് സ്റ്റുഡൻസ് ആണ് നിങ്ങൾ. അല്ല മിസ്. സംസാരിക്കൂ, എന്തെങ്കിലും സംസാരിക്കൂ. ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എങ്ങനെയുണ്ട്? എന്നിട്ട് പഠിക്കുന്നുണ്ടോ? കോഴ്സ് കുഴപ്പമൊന്നുമില്ല മാം, പക്ഷെ അപ്പൊ കൂടി പഠിക്കുമ്പോ അത് കൺഫ്യൂഷൻ ആവും. ഒക്കെ ഏകദേശം ഒരേപോലെ അവിടെയും ഇവിടെയൊക്കെ ഒരേ പോയിന്റ് വരുമ്പോഴേ ഒക്കെ കൂടി വായിക്കുമ്പോ, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോ പ്രശ്നമില്ല, കിട്ടുന്നുണ്ട്. അതുകൊണ്ടൊരു സമാധാനം. സമാധാനം. കുറെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ഉണ്ടാവും അല്ലെ? അതെ മിസ്. പഠിക്കാം. പണ്ടത്തെ പഠിത്തൊക്കെ കൊണ്ടിട്ട് എടുത്തല്ലാതെ. ഓക്കെ, പണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിയാലൊക്കെ അല്ലെ? അങ്ങനെയാണോ? അതെ. സത്യം. ഇപ്പൊ ഓർമ്മ നിക്കണില്ല മിസ്, വേഗം വേഗം മറന്നു പോകും. അതാണ് പ്രശ്നം. കിട്ടുന്നില്ല മിസ്. ഒന്ന് കൺഫ്യൂഷൻ ആവുക ഫസ്റ്റ് ഓഫ് ഓൾ. കൺഫ്യൂഷൻ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? വന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലിക്കാരായിരുന്നു ഞാൻ ആലോചിക്കും. അങ്ങനെ ചിന്തിക്കാത്ത 90s കിഡ്സ് ഒന്നും കുറവായിരുന്നു എന്തായാലും. കുട്ടികളൊക്കെ വലുതായി പിന്നെയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഇനിയും പഠിക്കാട്ടോ. ഓർമ്മ കിട്ടത്തില്ല എന്ന് പറയുന്നത് ഓർമ്മ കിട്ടും. നമ്മൾ എന്തുകൊണ്ടാണെന്നറിയോ ഓർമ്മ കിട്ടാത്തെ? നമ്മള് നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യാറില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെങ്കിലും ഓർത്ത് വെക്കാറുണ്ടോ? എന്നാ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ എല്ലാം മൊബൈലുണ്ട് അല്ലെ? പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ ഓർത്തെടുക്കും, ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കും. നമ്മൾ ഓർത്തെടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാണ്, ശരിയല്ലേ? നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകും. നമ്മുടെ നമുക്ക് എന്താണ് മെമ്മറി പവർ കൂടും. സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും, ഞാനും കൂടെ ആണ് കേട്ടോ, നിങ്ങളെ മാത്രമായല്ല ഞാനും കൂടെയാണ്. നമ്മൾ ആരും ശരിക്കും ബ്രെയിൻ യൂസ് ചെയ്യാറില്ല, ശരിയേ? ആണോ? ആണെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി ആണെങ്കിൽ പോലും നമ്മള് കുറെ നാളത് യൂസ് ചെയ്യാണ്ടിരുന്നാല് അത് ആദ്യം ഓടിയ പോലെ ഓടുമോ? ഇല്ല. ആ 5 മണി വരും പിന്നെ ഓടും. ഇത് ഭയങ്കര പണികളായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഓർഗൻസും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മള് യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഞാൻ 12 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ തുടങ്ങുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ഞാൻ 20 വർഷം കഴിഞ്ഞിട്ട്. 20 വർഷം. നമുക്ക് നമ്മുടെ ലൈഫില് ഒരു വാശിയാണ് കേട്ടോ. വാശിക്ക് അങ്ങനെ പ്രായമൊന്നുമില്ല, ശരിയല്ലേ? ഏത് പ്രായത്തും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ ആ ഒരു വാശി ഉണ്ടെങ്കിൽ. എനിക്കൊരു ജോലി വേണം, ഞാൻ എന്തായാലും ഈ ജോലിക്ക് കയറും എന്നൊരു വാശി ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ എത്തും. അങ്ങനെയാണത്. ഓക്കെ, നമുക്ക് വൈകിട്ടോ ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി ഒരു ടെൻസും കൂടി ഉള്ളൂ അല്ലെ, ഒരു ആക്ഷൻസും കൂടി ഉള്ളൂ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതുകൂടെ കഴിഞ്ഞ് നമ്മുടെ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആകും. Okay, so thank you all. See you on the next class. Let's find a quiz class. Okay, Thank you, ma'am. Bye.